ഹലോ ഗായ്സ്, ഇന്ന് ആനുവൽഡേയാണ്. അപ്പം ഞാൻ ആനുവൽഡേക്ക് റെഡിയാവും. ഞാൻ തത്തോതി മാരിയും കൂടിയാണ്. എല്ലാവരും ആനുവൽഡേ കാണണേ മുഴുവനായിട്ട്. എന്റെ ഡാൻസ് സൂപ്പറാണെങ്കിൽ കണ്ട് എൻജോയ് ചെയ്തേ. ഹനി പറഞ്ഞ മാതിരി ഇന്ന് ഹനീൻ്റെ ആനുവൽ ഡേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഹനി ആനുവൽ ഡേയിൽ സരസ്വതി വന്ദൻ ഡാൻസിൽ സരസ്വതിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ കാണുന്നത്. ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർലറിലാണ് ഒരുങ്ങിയത്. അപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണണേ. അങ്ങനെ ഞങ്ങൾ ഹനീനെ സരസ്വതി മാതയായിട്ട് അവർ ഒരുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി വൈകിട്ട് 4:30ക്കാണ് ഫംഗ്ഷൻ പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ 3:30 ആകുമ്പോൾ തന്നെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുവിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാർലറിൽ ചെന്ന് സരസ്വതി മാതയായിട്ട് ഒരുങ്ങി സ്കൂളിലേക്ക് നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർലർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുങ്ങി സ്കൂളിലേക്ക് പോവാണ്. ഇപ്പോൾ കൂടെ ഹനീൻ്റെ ഫ്രണ്ടും ഉണ്ട്. അവരുടെ വീട് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ അവരെ രണ്ടുപേരെയും സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ 3:30 ആയി സമയം. 4:30ക്കാണ് പാരൻസിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇവരെ സ്കൂളിൽ വിട്ടിട്ട് 4:30 ആകുമ്പോൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. അത് ഹനിൻ്റെ സ്കൂളിൻ്റെ പേരാണ് KPP കിൻഡർ ഗാർഡൻ എന്നുള്ളത്. ഹനി അവിടെ കുറച്ച് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്തു. ഞങ്ങൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ആക്ച്വലി ഒരുക്കങ്ങളൊക്കെ ഫൈനൽ സ്റ്റേജിലായതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി. സ്റ്റേജിൻ്റെയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൻ്റെയൊക്കെ ഫൈനൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയി. ഇപ്പോൾ 3:45 ഒക്കെ ആയി കാണും. ഇനി 4:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങാറായത് ഇപ്പോൾ 4:45 ഒക്കെ ആയി. ഞങ്ങൾ 4:30 ആകുമ്പോഴത്തേക്കും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റും പിന്നെ വേറെ സ്കൂൾ ഹൈസ്കൂൾ പ്രിൻസിപ്പൽസൊക്കെയാണ് ഗസ്റ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങനെ ഗസ്റ്റിനെ റിസീവ് ചെയ്തു. ഇനി ഫംഗ്ഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Good evening to one and all present here, our honored and well-acclaimed guests, all treasured invitees and revered teachers, and of course, our startling students. Today, we all have joined together as a family to revel edition of another milestone of our school, KPP Kindergarten. ദീപം കത്തിച്ച് ഔദ്യോഗികമായിട്ട് ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹനി സരസ്വതി വന്ദൻ ഡാൻസിൽ സരസ്വതിയായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഹനിയുടെ ആയിരുന്നു. ഇനി നമുക്ക് അത് കാണാം. तो चलिए माँ सरस्वती का आशीर्वाद लेते हुए अपने कार्यक्रम का शुभारंभ करते हैं। तो सरस्वती वंदना प्रस्तुत करने के लिए मैं प्रेप 2 क्लास की प्यारी छात्राओं को स्टेज पर बुलाना चाहूँगी। प्लीज गिव देम अ ह्यूज राउंड ऑफ अप्लॉज। Evening, ma'am. My name is Hanika Monjit. माँ गायत्री हो सके सब पर परम दयाल, जिस पर माँ की हो कृपा कुछ न बिगाड़ेगा. Thank you. അങ്ങനെ ഹനീൻ്റെ പെർഫോമൻസ് തുടങ്ങി. ഇത് സരസ്വതി വന്ദൻ ഡാൻസിൻ്റെ മുഴുവൻ വീഡിയോ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. അപ്പം ഇനി നമുക്ക് ബാക്കി പ്രോഗ്രാമുകൾ കാണാമേ. നിങ്ങൾ നേരത്തെ കണ്ട മാതിരി തന്നെ ഹനീൻ്റെ സ്കൂളിൻ്റെ ആനുവൽ ഡേൻ്റെ തീം ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് പെർഫോമൻസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കുട്ടികളുടെ വെൽക്കം ഡാൻസാണ്. ഇത് വിനായക ചതുർത്ഥിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസാണ് ഇപ്പോൾ കാണുന്നത്. डॉक्टर DB शर्मा, डॉक्टर धारा शास्त्री जी. പഞ്ചാബുകാരുടെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലായ ബൈസാഖിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾ ചെയ്ത പെർഫോമൻസാണ് ഇത്.
ഇത് പിന്നെ അറിയാമല്ലോ, ക്രിസ്മസ് ന്യൂ ഇയർ സോങ് ആണ്. ഇൻഡിപെൻഡൻസ് ഡേന് വേണ്ടിയുള്ള പെർഫോമൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദീപാവലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പെർഫോമൻസാണ് ഇപ്പോൾ കാണുന്നത്. ജന്മാഷ്ടമി സെലിബ്രേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗുരുനാനക് ജയന്തി സെലിബ്രേഷൻ കാണാം. ഇത് ഇത്രയും സമയം പെർഫോമൻസസ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഡൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇനിയും പ്രോഗ്രാംസ് ബാക്കിയുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഇവർ ഇത്രയും സമയം കഴിഞ്ഞ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള മെഡൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ചീഫ് ഗസ്റ്റും സ്കൂളിലത്തെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഒക്കെ ചേർന്നിട്ടാണ് മെഡൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ചെയർമാനും ഒക്കെ ചേർന്ന്. അങ്ങനെ മെഡൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. അതിനുശേഷം അടുത്ത പ്രോഗ്രാമാണ് ഇത്. ഈദിന് വേണ്ടിയുള്ള ഡാൻസാണ്. Let's have a glimpse of Onam celebration by our little angels of class 1. ആയിട്ട് തന്നെ ആഘോഷിക്കുക എന്നുള്ളത്. അപ്പോൾ യോഗേനെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. യോഗ ഡാൻസും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് വിശക്കുന്നു പറഞ്ഞ കാരണം ഡിന്നർ കഴിക്കാൻ പോയി. ഇവിടെ സ്കൂളിൽ നിന്ന് തന്നെ ഡിന്നർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും പ്രോഗ്രാംസൊക്കെ ഏതാണ്ട് തീരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാംസ് കഴിഞ്ഞു. പിന്നെ വൈൻഡപ്പായി. പിന്നെ ഞങ്ങളും പ്രോഗ്രാംസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ച് പോവുകയാണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.